ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു സിമ്പിൾ സെൽഫ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ കാണുന്ന ആപ്ലിക്കേഷൻ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 2-3 മിനിറ്റ് മാത്രം നിങ്ങളിതിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അത്രയും ടൈം എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, വേറെ ഒരു പണിയില്ല, ജസ്റ്റ് ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരുപാട് വർക്കോ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യാനായിട്ട്. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇതിൽ ഏൺ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഡെയിലി നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഏൺ ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് തന്നെ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു, HDR വാൾപേപ്പേഴ്സ്. അല്ലെങ്കിൽ ഒരുപാട് ഇവരുടെ തന്നെ വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തന്നെ പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇതിൽ വിഡ്രോയിൽ കാര്യങ്ങളും കുറച്ച് വ്യത്യാസമാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷനോട്ടാണ് വിഡ്രോ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാം. വേറൊരു പരിപാടി, അതായത് വേറെ ഒരുപാട് പ്രോസസ്സോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുമ്പോൾ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഫിറ്റ്നസ് പോയിൻ്റ് എന്നാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം, കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ സൈനപ്പ് പ്രോസസ്സ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട്, അതായത് ആപ്ലിക്കേഷൻ്റെ ഒരു ഹോം ഇൻ്റർഫേസിലോട്ട്, അതായത് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ താഴെ എൻ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ഹോം പേജിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, റഫറൽ കോഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു കോഡ് തന്നിട്ടുണ്ടാകും, ആ ഒരു കോഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, സോ ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഹോം പേജ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഏണിംഗ് ഓപ്ഷൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സൈഡ് ബാർ ക്ലിക്ക് ചെയ്യാന്നുള്ള റെഡീം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. വേറെ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, സോ ഇതിൽ ടാസ്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് കുറച്ച് കോഡ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ഓരോ കോഡ്സുകൾ കാണാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്കിവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്യണം. ഓക്കെ, റീഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ ലൈൻ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓരോന്നിലാണ് ഓരോ ടാസ്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്ക്, ഈ ഒരു റീഡിങ് ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ഒരു ആഡ് ലോഡായിട്ട് ജസ്റ്റ് അതൊന്ന് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആഡൊക്കെ വന്ന് താഴെയായിട്ടൊരു ഒരു ബ്ലൂ ലൈൻ ഒരു സംഭവം ലോഡാവുന്ന കാണാൻ പറ്റും. അതവിടെ ഫുള്ള് ആയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതിനുശേഷം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടിക്ക് വരുന്ന കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റും ഒരു ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ബാക്ക് പോവുക, അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, കാണാൻ പറ്റും അത് ഗ്രീൻ കളറായിട്ടുണ്ട്. അടുത്ത ടാസ്ക് ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. ആഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഇത് വരും. സോ ആഡ് വന്നിട്ടുണ്ടെങ്കിൽ മുകളിൽ താഴായിട്ട് ആഡ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ലോഡാവും. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അല്ലാതെ ആപ്പ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി എടുക്കുക. എന്നിട്ടും ആഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫോണിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അത് ചില ഫോണിൽ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്പ് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഓക്കെ, നമ്മൾ വേറെ ആപ്പൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഒരു ബ്ലൂ ലൈൻ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ, അതായത് ഇൻസ്റ്റാൾ ടാസ്ക് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇവരുടെയൊക്കെ മുമ്പത്തെ ആ ഒരു ആപ്ലിക്കേഷനുള്ള സെയിം പ്രോസസ്സാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും നോക്കാനില്ല, നേരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഞാൻ കാണിച്ചിട്ട് ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇവിടെയായിട്ട് ആഡ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ആഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെറിയൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ മുകളിൽ ആഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. ഒരു മിനിറ്റ്, എന്താ വേറെ ഇൻസ്റ്റാൾ ടാസ്ക് കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ ആഡ് വരുമ്പോൾ ജസ്റ്റ് ലാൻഡ് മോറിൽ ക്ലിക്ക് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇൻസ്റ്റാൾ ടാസ്ക് കണ്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇതുപോലെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്രോമിലോട്ട് പോവുക. ക്രോമിലോട്ട് വന്നതിന് ശേഷം ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് പ്ലേ സ്റ്റോറിൽ ഫസ്റ്റത്തെ ആ ഒരു റിസൾട്ടിൽ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് 1 KB ആപ്പ് എന്നോ അല്ലെങ്കിൽ KB ആപ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് KB മാത്രം സൈസ് വരുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ, സോ ഇവിടെ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബാക്ക് പോവാണ്. ഓക്കെ, സോ ബാക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോവുക. ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ഒന്നും കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫുൾ ഇൻസ്റ്റാൾ ടാസ്ക്, അതായത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്തൊന്ന് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. ഞാനത് ബാക്ക് പോയിട്ടാണ് അവിടെ ഫെയിൽ ആയത്, അതാണ് റെഡ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് ശേഷം അടുത്ത ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഇൻസ്റ്റാൾ ടാസ്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്നത്തെ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക.
സോ ഇനി നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സൈഡ് ബാർ ക്ലിക്ക് ചെയ്തിട്ട് റിഡീം നൗവിൽ ക്ലിക്ക് ചെയ്യുക. റിഡീം നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ട നമ്പർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി, അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ ഒരു പേ യു ക്വിക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനോടാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പിലോട്ട് വിഡ്രോ ചെയ്തിട്ട് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ അതിനായിട്ട് മൊബൈൽ നമ്പർ OTP കൊടുത്താൽ മാത്രം മതി. വേറെ KYC അങ്ങനെ ഒരു സീനും ഇല്ല. ജസ്റ്റ് മൊബൈൽ നമ്പർ OTP കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ വേറെ ഒരുപാട് എമൗണ്ട്, അതായത് ഒരുപാട് പേയ്മെൻറ്റ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലോട്ട് വിഡ്രോ ചെയ്തിട്ട് ഇതിൽ നിന്ന് എടുത്തതാണ്. ഇവരുടെ തന്നെ വേറെ ആപ്ലിക്കേഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലീവായിട്ട് എടുത്ത് കഴിച്ചാൽ ഇപ്പോൾ എൻ്റെ ബാലൻസ് കാണാൻ പറ്റും. ഞാൻ ഇന്നടക്കം ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഇതിൽ നിന്ന് ബാങ്കിലോട്ടും ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല, ജസ്റ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പേയ്മെൻറ്റ് കയറുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മുകളിലായിട്ട് കണ്ടോളൂ, നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, സക്സസ് എന്നാണ് കാണിച്ചത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ടൈം നോക്കാം, 1:08. സോറി, ഇവിടെ ആയിട്ട് പേയ്മെൻറ്റ് കയറിയിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ വരാനിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൈം നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ വെറുതെ പറയുന്നതല്ല, 1:08. ഓക്കെ, പേയ്മെൻറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, ടൈം കാരണം ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ തോന്നുന്നു നോട്ടിഫിക്കേഷൻ മുകളിൽ വന്നില്ല. അല്ലാതെ എപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു എമൗണ്ട് കയറി നിങ്ങൾക്ക് കാണാം. ഓക്കെ, നിങ്ങൾ ഇന്നെ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എമൗണ്ട് കിട്ടും. ഇനി ഇവിടെ നമുക്ക് നമ്മൾ ബാങ്കിലോട്ട് ഇവിടുന്ന് വിഡ്രോ ചെയ്യാം. അതിനായിട്ട് ഇതായി ട്രാൻസ്ഫർ ബാലൻസിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എമൗണ്ട് എൻ്റർ ചെയ്യുമ്പോൾ എൻ്റെ 2 rupees ആണുള്ളത്. അപ്പോൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. അതിനായിട്ട് അക്കൗണ്ട് ഹോൾഡർ നെയിമും അക്കൗണ്ട് നമ്പർ IFSC കോഡ് കൊടുക്കുക, സേവ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻഡിങ്ങിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതൊരു 24 മണിക്കൂർ കൊടുക്കില്ല. ഈ ഒരു പേയ്മെൻറ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ പ്രോസസ്ഡ് ആണ്. ഓക്കെ, അതായത് ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് 12:34 ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോസസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, 33 എനിക്ക് പേയ്മെൻറ്റ് ഇതിലോട്ട് വന്നു. ഞാൻ 34 വിഡ്രോ ചെയ്തത് ഇപ്പോൾ കാണാൻ പറ്റും 1:10 ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും പെൻഡിങ് ആണ്. ഇതൊരു 1-2 മണിക്കൂറുള്ളിൽ തന്നെ ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. സോ ഇതിലോട്ട് നിങ്ങൾ ഇവരുടെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും വിഡ്രോവൽ പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി നമ്മളെ ചാനൽ ഇവരുടെ തന്നെ 2-3 ആപ്ലിക്കേഷൻ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. 2-3 അല്ല, അതിൽ കൂടുതൽ 4 ആപ്ലിക്കേഷനൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു 10 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിലോട്ട് വിഡ്രോ ചെയ്യുക, എൻ്റെ ഇതിൽ നിന്ന് നിങ്ങളുടെ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇതൊക്കെ കാണാൻ പറ്റും. പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫിറ്റ്നസ് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നല്ല ആപ്ലിക്കേഷനാണ്, എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.